ഇനി ബീഫ് വാങ്ങിക്കുമ്പോണ്ടല്ലോ ഒരൊറ്റ തവണെങ്കിലും ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കിക്കോട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് വരട്ടിയെടുത്തതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഏതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഇച്ചിരി ഉലുവ അതിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കുന്നുണ്ടേ. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളിയാണ് കേട്ടോ. കുഞ്ഞുള്ളി ഏകദേശം 2 കൈപ്പിടിയോളം എടുത്തിട്ടുണ്ട്. എത്ര കുഞ്ഞുള്ളി ചേർത്താലും നല്ല ടേസ്റ്റാണ്. അത് ജസ്റ്റ് വെറുതെ ഒന്നങ്ങ് ചതച്ചെടുത്താണ്, മിക്സിയിലൊന്നും അടിച്ചെടുത്തിട്ടില്ല. വെറുതെ ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുള്ളൂ. നന്നായിട്ട് തന്നെ ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതേ നന്നായിട്ട് തന്നെ അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ. കറികൾക്ക് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഞാനൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും ആ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളത്തോടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഇച്ചിരിയും കൂടി ചൂടുള്ള വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാനായിട്ട്. ഏകദേശം നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നടു കീറിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വരട്ടിയെടുക്കാം കേട്ടോ. ഒരു ഇച്ചിരി ചാറോട് കൂടി ആയിക്കോട്ടെ, എന്നാലും ഒരുപാട് അങ്ങ് കറി വേണ്ട. ഇച്ചിരി ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. പൊറോട്ടയുടെ കൂടെ പറയണ്ട, ഏതിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.